ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീമാൻ ഇൻറ്റഗ്രബിലിറ്റിക്ക് വേണ്ട കോഷി ക്രൈറ്റീരിയൻ ആണ്. ആ കോഷി ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ട് റീമാൻ ഇൻറ്റഗ്രബിൾ അല്ലാത്ത ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ സ്ക്യൂസ് തിയറും. അപ്പോൾ ആദ്യം കോഷി ക്രൈറ്റീരിയനിലോട്ട് വന്നാൽ നമ്മൾ റീമാൻ ഇൻറ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിനെ പല സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യും. ആ പാർട്ടീഷൻ്റെ നോമ് നോക്കും. എന്നിട്ട് ആ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ആ പാർട്ടീഷനെ ബേസ് ചെയ്തിട്ട് ഓരോ സബ് ഇൻ്റർവെല്ലിലും ഓരോ പോയിൻറ്റ്സ് ചൂസ് ചെയ്യും. അതിനെ നമ്മൾ ടാഗ് എന്ന് വിളിക്കും. ആൻഡ് ടാഗ്ഡ് പാർട്ടീഷൻസ് കൺസിഡർ ചെയ്യും. അതിന് കറസ്പോണ്ടിങ് റീമാൻ സം ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ ടാഗ്ഡ് പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റീമാൻ സമ്മുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ലിമിറ്റ് ഓഫ് ആ റീമാൻ സം ആസ് നോം പി ടെൻസ് ടു 0, അതിനെയാണ് ശരിക്കും നമ്മൾ ഇൻ്റഗ്രൽ എൽ എന്ന് ഡിനോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് വിളിച്ചത്. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 we can find a delta such that if P is a tagged partition with a norm P less than delta, modulus of Riemann sum minus a particular L, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ നോം പി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ നോം പി ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ്. ആ കുറയുന്നതിനനുസരിച്ച് ഓരോ പാർട്ടീഷൻസ് കിട്ടും. ആ പാർട്ടീഷൻസിൻ്റെ കേസിലെല്ലാം നമുക്ക് റീമാൻ സമ്മുകൾ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ സീക്വൻസ് ഓഫ് റീമാൻ സംസ് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ സീക്വൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. സോ സീക്വൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സീക്വൻസ് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, സീക്വൻസ് ഇസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് കോഷി. അപ്പോൾ കോഷി സീക്വൻസുകളായിരിക്കണം. അപ്പോൾ റീമാൻ സമ്മുകൾ കോഷി സീക്വൻസുകളായിരിക്കണം. അല്ലെങ്കിൽ സീക്വൻസിൻ്റെ കൺവേർജൻസുമായിട്ട് ബേസ്ഡ് നമ്മൾ കോഷി ക്രൈറ്റീരിയൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ റീമാൻ സമ്മുമായിട്ട് കണക്റ്റഡായിട്ടും നമ്മൾ കോഷി ക്രൈറ്റീരിയൻ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ റീമാൻ ഇൻറ്റഗ്രേഷനുമായിട്ട് കണക്റ്റഡായിട്ട് കോഷി ക്രൈറ്റീരിയൻ കൊണ്ടുവരികയാണ്. സീക്വൻസുമായിട്ട് കണക്റ്റഡായിട്ട് എന്തായിരുന്നു കോഷി ക്രൈറ്റീരിയൻ? ഒരു സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് പറയാൻ പറ്റും. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 we can find a natural number h such that for all n greater than or equal to h, n comma m greater than or equal to h, modulus of xn minus xm is less than epsilon. അപ്പോൾ ഒരു പർട്ടിക്കുലർ എച്ച് കിട്ടും. ആ എച്ച് കഴിഞ്ഞിട്ട്, അതായത് എക്സ് എച്ച് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് വരുന്ന കേസിലാണ് നമ്മൾ സീക്വൻസസ് കൺവേർജസ് ടു എക്സ്, അല്ലെങ്കിൽ സീക്വൻസസ് കോഷി എന്ന് പറയുക. ആൻഡ് കോഷി സീക്വൻസുകളൊക്കെ കൺവേർജ് ഒരു എക്സ് എച്ച് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടുള്ള ഏത് രണ്ട് പേരും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന കേസിലാണ് നമ്മൾ ആ സീക്വൻസിനെ കോഷി എന്ന് പറയുക. കോഷി സീക്വൻസ് ആർ കൺവേർജൻ്റ്. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നോക്കാം ആദ്യം എന്താണ് റീമാൻ ഇൻ്റഗ്രേഷൻ്റെ കേസിൽ കോഷി ക്രൈറ്റീരിയൻ. ഇതാണ് കോഷി ക്രൈറ്റീരിയൻ. എ ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവെൽ എ ബി ടു ആർ. അപ്പോൾ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് വിച്ച് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ പറഞ്ഞ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ കണ്ടീഷനെ റീപ്ലേസ് ചെയ്യാവുന്ന വേറൊരു കണ്ടീഷൻ കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ന്യൂ എപ്സിലോൺ, ഡെൽറ്റയ്ക്ക് പകരം ന്യൂ, സച്ച് ദാറ്റ് if P and Q are any tagged partitions of closed interval AB with അവരുടെ നോമുകൾ ലെസ് ദാൻ ന്യൂ ആണ്, ആൻഡ് കറസ്പോണ്ടിങ് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. നേരെ തിരിച്ച് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് കോൺസ്റ്റൻറ്റ് വിച്ച് ഇസ് പോസിറ്റീവ് ന്യൂ സച്ച് ദാറ്റ് ഫോർ എനി ടു ടാഗ്ഡ് പാർട്ടീഷൻസ് പി ആൻഡ് ക്യൂ. മറ്റേ കേസിൽ നമ്മൾ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ പി with norm p less than delta
corresponding Riemann sum minus a constant is less than epsilon എന്നാണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് വിളിച്ചത് തൽക്കാലം ഇവിടെ ആ കോൺസ്റ്റൻറ്റ് ഇല്ലാതെയും വെറും റിമാൻ സമ്മുകൾ മാത്രം വെച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ റിമാൻ സമ്മുകൾ ഒരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോം ഇങ്ങനെ കുറഞ്ഞു പോകുന്ന സമയത്ത് ഏതോ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഏത് രണ്ട് റീമാൻ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസും ലെസ് ദാൻ എപ്സിലോൺ ആവും എന്നാണ് ഈ കണ്ടീഷൻ ശരിക്കും പറയുന്നത്. അപ്പോൾ പ്രൂഫ് രണ്ട് പാർട്ടാണ്. അപ്പോൾ ആദ്യം സപ്പോസ് ദാറ്റ് F is Riemann integrable. So Riemann integrable ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്. For epsilon greater than 0, F Riemann integrable ആണെങ്കിൽ for epsilon greater than 0 we can find delta greater than 0. പക്ഷെ ഞാൻ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ടല്ല ഡെൽറ്റ എടുക്കുന്നത്. epsilon by 2 greater than 0 ആണ്. There exists delta epsilon by 2 greater than 0 and L belongs to R such that if P is any tagged partition with the norm P less than delta corresponding to epsilon by 2, നമുക്ക് ഇങ്ങനെ കിട്ടും. corresponding Riemann sum of the partition P minus L is less than epsilon by 2. ഇത് എഫ് റീമാൻ ഇൻ്റഗ്രബിളിൻ്റെ കണ്ടീഷൻ കറക്റ്റായിട്ട് അങ്ങ് എഴുതി വെച്ചതാണ്. പക്ഷേ ഇവിടെ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ അല്ല ഞാൻ എടുത്ത്. എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എപ്സിലോൺ ബൈ 2 പോസിറ്റീവാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ കിട്ടും. ഇങ്ങനെ കണ്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് നമുക്കിവിടെ വേണ്ടത് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു ന്യൂ വേണം. ന്യൂ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ വേണം. അപ്പോൾ ആ എപ്സിലോൺ പോസിറ്റീവ് നമ്മളെടുത്തു. ഞാൻ ആ ന്യൂ ആയിട്ട് ടേക്ക് ന്യൂ എപ്സിലോൺ ഇസ് ഈക്വൽ ടു അവിടെ പറഞ്ഞ ഡെൽറ്റ എപ്സിലോൺ ബൈ 2. ഇവിടെ പറഞ്ഞ അതേ ഡെൽറ്റ എപ്സിലോൺ ബൈ 2 തന്നെ എടുക്കുകയാണ് കറസ്പോണ്ടിങ് ടു എപ്സിലോൺ. നൗ ഇഫ് പി ആൻഡ് ക്യൂ ആർ എനി tagged partitions of closed interval AB with their norms less than nu, if P comma Q and norm Q less than nu, then നമുക്ക് വേണ്ടത് ഈ കണ്ടീഷൻ കിട്ടുകയെന്നുള്ളതാണ്. കറസ്പോണ്ടിങ് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുകയെന്നുള്ളതാണ്. Then norm P is less than nu epsilon is delta epsilon by 2 and norm Q is less than delta epsilon by 2. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ഒരു ടാഗ്ഡ് പാർട്ടീഷന് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ബൈ 2 ആണ്. ഇങ്ങനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ. That gives Riemann sum of F over P minus L is less than epsilon by 2 and Riemann sum of F over Q, കാരണം രണ്ടിൻ്റെയും നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ബൈ 2 ആണ്, മൈനസ് എൽ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. നമുക്കിതാ വേണ്ടത്. നൗ Riemann sum of F over P minus Riemann sum of F over Q, L മൈനസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് Riemann sum of F over P minus L Riemann sum of F over Q ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, പ്ലസ് എന്ന് വന്നു. ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. സോ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. സോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 we get a new epsilon which is greater than 0 such that for two tagged partitions P and Q with norms less than nu,
കറസ്പോണ്ടിങ് റീമാൻ സമ്മിൻ്റെ ഡിഫറൻസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഒരു പാർട്ട് ഓക്കെയാണ്. നമുക്കിനി നേരെ തിരിച്ചുള്ളതാണ് വേണ്ടത്. ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് എങ്കിൽ അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളതിലോട്ടാണ് പോകേണ്ടത്. അത് എവിടുന്ന് തൊട്ട് നമുക്ക് സപ്പോസ് ചെയ്യാം എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റൻറ്റ് ന്യൂ എപ്സിലോൺ such that if P and Q are any tagged partitions of closed interval AB with norms less than nu, then corresponding Riemann സമ്മുകളുടെ ഡിഫറൻസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എഫ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് സപ്പോസ് ചെയ്യുന്നു. ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ. സോ conversely suppose that ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും കാര്യങ്ങൾ താഴെ എഴുതിയായിട്ട് വിചാരിക്കുന്നു. കാരണം ഇത്ര സ്പേസേ എനിക്കുള്ളൂ. അപ്പോൾ ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ടൊരു കോൺസ്റ്റൻ്റ് ന്യൂ കിട്ടും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ എങ്ങനെയാണല്ലോ നമ്മുടെ അസംഷൻ. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫോർ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ കോൺസ്റ്റൻ്റ് ഡെൽറ്റ കിട്ടണം വിത്ത് കറസ്പോണ്ടിങ് റീമാൻ സം മൈനസ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എ കോൺസ്റ്റൻറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് വേണ്ടത്. അല്ലാതെ രണ്ട് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്നല്ല വേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റിംഗ് കേസായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റീമാൻ സമ്മുകളുടെ ലിമിറ്റിംഗ് കേസായിട്ടാണ് നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ന്യൂ എപ്സിലോൺ കിട്ടും എന്നുള്ളതുകൊണ്ട് നൗ ഫോർ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/n, n ബിലോങ്സ് ടു n. സോ എപ്സിലോൺ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. അപ്പോൾ എപ്സിലോൺ 1/n എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും. then there exist ന്യൂ 1/n എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ അതിനെ ഞാൻ തൽക്കാലം ഡെൽറ്റ എൻ എന്നെ വിളിക്കുകയാണ്. ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു ന്യൂ 1/n, n belongs to n such that if P and Q are tagged partitions from P less than nu 1/n അല്ലെങ്കിൽ that is delta n and norm Q less than delta n, we get corresponding Riemann സമ്മുകളുടെ ഡിഫറൻസ് minus Riemann sum of f over q is less than 1/n. സോ ഇവിടെ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/n എന്ന് ചൂസ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ഡെൽറ്റ എന്നുകൾ കിട്ടുന്ന പറഞ്ഞാൽ നമുക്കൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡെൽറ്റ എന്നുകൾ കിട്ടിയിട്ടുണ്ട്. സോ ഡെൽറ്റ എന്നുകളൊക്കെയും പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് സീക്വൻസ് ഡെൽറ്റ എൻ കിട്ടിയിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് delta n is less than or equal to delta n minus 1. For all n belongs to n. അതായത് ഡെൽറ്റ എന്നുകൾ ഡിക്രീസിങ് ഓർഡറിലാണെന്ന് വിചാരിക്കുക. അതായത് നമ്മളിങ്ങനെ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണല്ലോ ലെസ് ദാൻ 1/n. അപ്പോൾ n കൂടുന്നതിനനുസരിച്ച് 1/n എന്നുള്ളത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനൊക്കെയും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡെൽറ്റ എന്നുകളും ഡിക്രീസിങ് ഓർഡറിലാണെന്ന് വിചാരിക്കുക. If not, choose delta n is equal to the minimum of delta 1, delta 2, etc. delta n minus 1. ഈ ഇവരുടെ മിനിമം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ഡിക്രീസിങ് ഓർഡറിലാവും. അപ്പോൾ എന്തായാലും നമ്മളെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവർ ഏത് ഓർഡറിലാണ്? ഡിക്രീസിങ് ഓർഡറിലാണ്. നൗ let Pn be a tagged partition of closed interval AB
with norm Pn is less than delta n. അപ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ സീക്വൻസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു സീക്വൻസ് ഓഫ് പാർട്ടീഷൻസും ചൂസ് ചെയ്യാണ്. Let Pn be a tagged partition of closed interval AB with the norm is less than delta n, n belongs to n. അപ്പോൾ ഓരോ ഡെൽറ്റ എന്നുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ പാർട്ടീഷൻസ് ഞാൻ തൽക്കാലം എടുക്കുകയാണ്. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുന്ന ഇവിടെ കിട്ടിയ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് P1 എന്ന് പറയുന്ന ഒരു ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുന്നു ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ AB. അതേപോലെ തന്നെ ഡെൽറ്റ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് P2 എന്ന് പറയുന്ന ഒരു ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുന്നു. ദെൻ for m greater than n, എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ടാഗ്ഡ് പാർട്ടീഷൻ Pn കിട്ടും. എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാഗ്ഡ് പാർട്ടീഷൻ Pm കിട്ടും. നോം Pn ലെസ് ദാൻ ഡെൽറ്റ n ആവും. നോം Pm ലെസ് ദാൻ ഡെൽറ്റ m ആയിരിക്കും. പക്ഷേ m എന്നിനേക്കാൾ വലുതായതുകൊണ്ട് നമ്മൾ ഈ ഡെൽറ്റ 1 ഡെൽറ്റ 2 എക്സെട്ര ഇങ്ങനെ ഡിക്രീസിങ് ഓർഡറിലാണ് എന്നല്ലേ പറഞ്ഞത്. ക്ലിയർലി നോം Pm ഇസ് ലെസ് ദാൻ, നമുക്കറിയാം നോം Pm എന്തായാലും ലെസ് ദാൻ ഡെൽറ്റ m ആണ്. നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. നോം Pm എന്തായാലും ലെസ് ദാൻ ഡെൽറ്റ m ആണ്. പക്ഷേ m ഗ്രേറ്റർ ദാൻ n ആയതുകൊണ്ട് അത് ഏതിനേക്കാളും ചെറുതുമായിരിക്കും, ഡെൽറ്റ എന്നിനേക്കാളും ചെറുതുമായിരിക്കും. സോ Pn Pm are tagged partitions of closed interval AB with norm Pm less than delta n, norm Pn less than delta n. അപ്പോൾ രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസ് രണ്ടിൻ്റെയും നോം ലെസ് ദാൻ ഡെൽറ്റ n ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് പ്രകാരം if P and Q are two tagged partitions with norms less than delta, corresponding Riemann സമ്മുകളുടെ difference is less than 1/n വരും. Therefore Riemann സമ്മുകളുടെ difference is less than 1/n, and this is true for all m greater than n. അപ്പോൾ എന്നിനേക്കാൾ വലിയ എല്ലാ എമ്മുകൾക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ദ സീക്വൻസ് m varies from 1 to infinity is a Cauchy sequence. Hence convergent. അപ്പോൾ നമ്മൾ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/n എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡെൽറ്റ n കിട്ടി. ആ സീക്വൻസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് Pn പാർട്ടീഷൻസ് ചൂസ് ചെയ്തു. അഗൈൻ സീക്വൻസ് ഓഫ് പാർട്ടീഷൻസ് ചൂസ് ചെയ്തു. ആ പാർട്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് റീമാൻ സമ്മുകൾ ഉണ്ടാവും. ആ റീമാൻ സമ്മുകളുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതിനാൽ അവർ കോഷി സീക്വൻസ് ആണ്. കോഷി സീക്വൻസ് ആണെങ്കിൽ കൺവേർജൻ്റ് ആവും. കൺവേർജൻ്റ് ആകുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഇതിലാണ് നമ്മൾ പോകുന്നത്. ആ ലിമിറ്റിന് നമുക്കൊരു എ എന്ന് ചൂസ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഇവിടെ ഈ കോഷി സീക്വൻസിൻ്റെ കണ്ടീഷൻ ഇതൊന്നും ആയിരുന്നില്ല. ഒരു സീക്വൻസ് കോഷി ആവണമെങ്കിൽ ഒരു പർട്ടിക്കുലർ എച്ച് ഉണ്ടാവണം. എന്നിട്ട് കണ്ടീഷൻ ഇതായിരുന്നു, അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഏത് രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആവണം. ഇത് XM - XN ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആവണം. ഇതായിരുന്നു കണ്ടീഷൻ വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇത് ഈ റീമാൻ സമ്മുകൾ റീമാൻ സം FPM ഇസ് കോഷി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ വേണം. ആ നാച്ചുറൽ നമ്പറിന് ഞാനിവിടെ തൽക്കാലം n എന്ന് തന്നെ വിളിക്കുകയാണ്. ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് M1 M2 എടുത്തു കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടുള്ള എന്നുള്ള രീതിയിൽ M1 M2 ഞാൻ ചൂസ് ചെയ്യുന്നു. M1 M2 ഗ്രേറ്റർ ദാൻ n ആയിട്ട് ചൂസ് ചെയ്യുക. ഓഫ് FP M1 മൈനസ് റീമാൻ സം ഓഫ് FP M2 ആണ്
നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Riemann sum of Fp m1 minus Riemann sum of Fp n plus Riemann sum of Fp n minus Riemann sum of Fp m2. എന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആദ്യത്തത് ലെസ് ദാൻ 1/n വരും, രണ്ടാമത്തെ ലെസ് ദാൻ 1/n വരും. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 2/n ആയി. സോ ചൂസ് എ നാച്ചുറൽ നമ്പർ. നമുക്കിത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണമെങ്കിൽ ചൂസ് എ നാച്ചുറൽ നമ്പർ n in such a way that n is greater than 2/epsilon. സോ 2/epsilon വലിയ നാച്ചുറൽ നമ്പർ n ചൂസ് ചെയ്താൽ മതി. നമ്മൾ h എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ n എന്ന് പറയുന്നത് ഈ രീതിയിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഈ സീക്വൻസ് കോഷി സീക്വൻസ്. അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. ഈ സീക്വൻസ് കോഷിയാണെന്നുള്ളത് മനസ്സിലാക്കുക. കോഷിയാണെങ്കിൽ കൺവേർജൻ്റ് ആണ്. കൺവേർജൻ്റ് ആകുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ടാവും. ലെറ്റ് ലിമിറ്റ് ഓഫ് as m tends to infinity is equal to a. അവരുടെ ലിമിറ്റ് ഞാൻ ഏതെന്ന് വിളിക്കുകയാണ്? എ എന്ന് വിളിക്കുകയാണ്. ദെൻ ഇതിൽ അപ്പോൾ ഇതിനെ നമുക്ക് ഒരു 1 എന്ന് വിളിക്കാം. So in 1, keeping n fixed, take m tends to infinity. So m tends to infinity എന്ന് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇത് a ആവും. m fixed. So we get modulus of Riemann sum of Fp(n) minus a is less than 1/n. For all n belongs to n. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞല്ലോ ഏത് നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടും 1/n ഉണ്ട്. ആ 1/n കറസ്പോണ്ടിങ് ആയിട്ട് Δn ഉണ്ട്. ആ Δn കറസ്പോണ്ടിങ് ആയിട്ട് Pn ഉണ്ട്. ആ Pn കറസ്പോണ്ടിങ് ആയിട്ട് Riemann sum ഉണ്ട്. ആൻഡ് Riemann sum മൈനസ് എ പെർട്ടിക്കുലർ നമ്പർ a ഇസ് ലെസ് ദാൻ 1/n എന്ന് കിട്ടും. അപ്പോൾ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടിയിരുന്നത്. നമുക്കൊരു a വെച്ചിട്ട് Riemann Integrable കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഈ പോർഷൻ ഒന്ന് വായിക്കുകയാണ്. സോ ഫോർ epsilon greater than 0, choose k belongs to n such that k is greater than 2/epsilon. അപ്പോൾ അതൊക്കെ എന്തോ ആവശ്യം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ k ഒരു നാച്ചുറൽ നമ്പറാണ്. k നാച്ചുറൽ നമ്പർ ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ k ഉണ്ട്. ഡെൽറ്റ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പി കെ ഉണ്ട് പാർട്ടീഷൻ. ആ പി കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റീമാൻ സം ഉണ്ട്. സോ നമ്മൾ കെ ചൂസ് ചെയ്തു. ഇഫ് പി is any tagged partition with norm p less than ഡെൽറ്റ കെ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ n കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ എന്നുകൾ കിട്ടിയില്ലേ. ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എന്നുകൾ കിട്ടി. അപ്പോൾ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ കെ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് പാർട്ടീഷൻ പി കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇഫ് പി ഈസ് എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ഇസ് ലെസ് ദാൻ ഡെൽറ്റ കെ, ദെൻ corresponding Riemann sum minus a is equal to Riemann sum of f p k add ചെയ്തു മൈനസ് ചെയ്തു ആഡ് ചെയ്തു. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു Riemann sum of f p minus Riemann sum of f of p k plus modulus of Riemann sum of f
ഓഫ് പി കെ മൈനസ് എ എന്ന് വരും. Now, P is a tagged partition with a norm P less than delta K. Now, Pk is a tagged partition with Pn is a tagged partition with a norm P less than delta n. So, Pk is a tagged partition with a norm P less than delta K. അപ്പോൾ ഇവർ രണ്ടുപേരും tagged partitions with a norm less than same number delta K ആണ്. അപ്പോൾ രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസ് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എൻ വരുന്ന കേസിൽ, രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസ് വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എൻ വരുന്ന സമയത്ത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കറസ്പോണ്ടിങ് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് ലെസ് ദാൻ 1/n വരും. അപ്പോൾ ഇവിടെ ഡെൽറ്റ കെ ആണ്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇസ് ലെസ് ദാൻ 1/k പ്ലസ് ഇത് വീണ്ടും ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ Riemann sum of f over Pn minus a is less than 1/n. So, Riemann sum of f over Pk minus a is less than 1/k എന്ന് തോന്നുന്നു. അപ്പോൾ again അതും 1/k ആയി. So, that is less than 2/k ആയി. Now, what is 2/k? K is greater than 2/epsilon എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. So, 2/k is less than epsilon. So, this is less than epsilon. അപ്പോൾ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 we get a delta k, positive number delta k, with if P is any tagged partition with a norm less than delta k, corresponding Riemann sum minus a particular number a is less than epsilon എന്ന് വന്നു. പക്ഷേ നമ്മൾ ഈ കെ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് ഏതിനനുസരിച്ചാണ്? എപ്സിലോണിനനുസരിച്ചാണ്. കെ ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2/epsilon. സോ എന്തായാലും ഇവിടെ എടുക്കുന്ന ഈ കോൺസ്റ്റന്റ് ഡെൽറ്റ കെ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ റീമാൻ ഇൻ്റഗ്രബിലിറ്റിക്ക് വേണ്ട കണ്ടീഷൻസായി. സോ ദെർഫോർ എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇന്റർവെൽ. എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/n എടുത്തു. അതിന് കറസ്പോണ്ടിങ് ഡെൽറ്റ എന്നുകൾ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ന്യൂ 1/nകൾ കിട്ടി. ആ ഡെൽറ്റ എന്നുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടാഗ്ഡ് പാർട്ടീഷൻസ് പി എന്നുകൾ ചൂസ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് റീമാൻ സമ്മുകൾ കണ്ടെത്തി. ആ റീമാൻ സമ്മുകൾ കോഷിയാന്ന് മനസ്സിലായി. കോഷിയാകുമ്പോൾ കൺവേർജൻ്റ് ആകുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് നമ്മൾ എ എന്ന് വിളിച്ചു. പിന്നെ ഏതെങ്കിലും ഒരു ടാഗ്ഡ് പാർട്ടീഷൻ പി വിത്ത് നോം ലെസ് ദാൻ എ കോൺസ്റ്റൻ്റ് എടുത്തിട്ട് ഇങ്ങനെ പോന്നു. റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ കോഷി ക്രൈറ്റീരിയൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ കോഷി ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ട് റീമാൻ ഇൻ്റഗ്രബിൾ അല്ലാത്തൊരു ഫംഗ്ഷൻ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഡിറിഷ്ലെ ഫംഗ്ഷൻ ഇസ് നോട്ട് റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ ദിസ് ഫംഗ്ഷൻ ഇസ് ബൗണ്ടഡ്. ബൗണ്ടഡ് റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ഒക്കെ ബൗണ്ടഡ് ആണ്, നമ്മളത് ഓൾറെഡി പ്രൂവ് ചെയ്തു. പക്ഷേ ബൗണ്ടഡ് ആയതുകൊണ്ട് എന്താവണമെന്ന് നിർബന്ധമില്ല, റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിനും ഒരു കൗണ്ടർ എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇത് കോഷി ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് ട്രൈ ചെയ്യുന്നത്. ആദ്യം ആ ഫംഗ്ഷൻ മനസ്സിലാക്കുക. ഡിറിഷ്ലെ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x is rational and 0 if x is irrational. നമുക്കറിയാം 0, 1ൻ്റെ അകത്ത് ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എനി ടു നമ്പേഴ്സ് ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 1ഉം ഇറാഷണൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 0യും ആയിട്ട് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇസ് നോട്ട് റീമാൻ ഇൻ്റഗ്രബിൾ. ഓക്കെ, മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ തന്നെ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പ്രൂഫ് if possible, suppose that R of 0, 1 means f is Riemann integrable in closed interval 0, 1. So by Cauchy criterion, Cauchy criterion പറയുന്നത് ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും we can find a new epsilon such that if P and Q are two tagged partitions with norms less than nu, corresponding Riemann സമ്മുകളുടെ ഡിഫറൻസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പർട്ടിക്കുലർ എപ്സിലോൺ ചൂസ് ചെയ്യാണ്. സോ ബൈ കോഷി ക്രൈറ്റീരിയൻ ഫോർ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/2,
there exists ന്യൂ ഉണ്ടാവും, ഞാൻ അതിനെ ന്യൂ 1/2 എന്ന് പേര് വിളിക്കുകയാണ്. കറസ്പോണ്ടിങ് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ഇതിനാണ് നമുക്കിവിടെ കോൺട്രഡിക്ഷൻ. ഇസ് ലെസ് ദാൻ എപ്സിലോൺ മീൻസ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/2. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 1/2. അപ്പോൾ ഇതിനാണ് നമുക്കിവിടെ കോൺട്രഡിക്ഷൻ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് കോൺട്രഡിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആകെ ചെയ്യുന്നത് 2 ടാഗ്ഡ് പാർട്ടീഷൻസ് പി ആൻഡ് ക്യൂ ഞാൻ ചൂസ് ചെയ്യുകയാണ്. ആ ടാഗ്ഡ് പാർട്ടീഷന് കറസ്പോണ്ടിങ് റീമാൻ സമ്മുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അവരുടെ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 1/2 വരുന്ന രീതിയിൽ 2 ടാഗ്ഡ് പാർട്ടീഷൻസ് ചൂസ് ചെയ്യുന്നു വിത്ത് നോം ലെസ് ദാൻ ന്യൂ 1/2. ലെറ്റ് x0, x1, x2, etc. xn be a partition of closed interval AB ന്യൂ 1/2. അപ്പോൾ അങ്ങനെ നമ്മളൊരു പാർട്ടീഷൻ ചൂസ് ചെയ്യാം. ചൂസ് a rational number Ti belongs to xi minus 1 xi and an irrational number Si belongs to xi minus 1 xi. I is equal to 1, 2, 3 etc. n. നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ക്ലോസ് ഇൻ്റർവെൽ 0, 1-ന് ഒരു പാർട്ടീഷൻ ചൂസ് ചെയ്യുകയാണ്. x0, x1 etc. x0 ഇസ് ഓഫ് കോഴ്സ് 0 ആണ് ആൻഡ് xn ഇസ് 1 ആണ്. ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ ഇൻ്റർവെല്ലിലും നമുക്ക് ടാഗിങ് വേണം. ആ ടാഗിങ് ഈ രീതിയിൽ എടുക്കുന്നു. ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ ഞാൻ 2 ടാഗിങ് എടുക്കുകയാണ്. ഒന്ന് Ti എന്നെടുക്കുന്ന ടാഗിങ് റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ ഒരു റാഷണൽ നമ്പർ T1, സെക്കൻഡ് ഇൻ്റർവെല്ലിൽ റാഷണൽ നമ്പർ T2. എത്രയോ റാഷണൽ നമ്പേഴ്സ് ഉണ്ട് ഓരോ ഇൻ്റർവെല്ലും. അതിൽ റാഷണൽ നമ്പേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നു Tiകളായിട്ട്. ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, ഈ ഇൻ്റർവെല്ലിലൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ആ ഇറാഷണൽ നമ്പേഴ്സ് ഓരോന്നും ഞാൻ ചൂസ് ചെയ്യുന്നു Si ആയിട്ട്. നൗ കൺസിഡർ the tagged partitions P is equal to Ti, I is equal to 1 to n and Q is equal to ഇതേ പാർട്ടീഷനാണ് xi minus 1 xi. പാർട്ടീഷൻ സെയിമാ, പക്ഷേ ടാഗിങ് ഞാനിവിടെ ചൂസ് ചെയ്യുന്ന SIകളാണ്. I varies from 1 to n. അപ്പോൾ ശരിക്കും ക്ലോസ് ഇൻ്റർവെൽ 0, 1-നെ നമ്മൾ 2 ടാഗ്ഡ് പാർട്ടീഷൻസ് ചൂസ് ചെയ്തു. രണ്ടിൻ്റെയും പാർട്ടീഷൻസ് സെയിം ആണ്. അവരുടെ നോം ഇസ് ലെസ് ദാൻ ന്യൂ 1/2 ആണ്. ക്ലിയർലി നോം P ഇസ് ലെസ് ദാൻ ന്യൂ 1/2 ആൻഡ് നോം Q ഇസ് ലെസ് ദാൻ 1/2. നമ്മുടെ കണ്ടീഷൻ പ്രകാരം അങ്ങനെ 2 ടാഗ്ഡ് പാർട്ടീഷൻസ് പിയും ക്യൂവും ഓഫ് ക്ലോസ് ഇൻ്റർവെൽ 0, 1 എടുത്ത് നോമുകൾ ലെസ് ദാൻ ന്യൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് ലെസ് ദാൻ 1/2 ആണ് വരേണ്ടത്. പക്ഷേ നമ്മളവിടെ ചെയ്ത് നോക്കാം. കറസ്പോണ്ടിങ് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. കാരണം ആ രീതിയിലാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. Tiകളൊക്കെയും റാഷണൽ നമ്പേഴ്സാണ്, SIകളൊക്കെയും ഇറാഷണൽ നമ്പേഴ്സാണ് ഓരോ ഇൻ്റർവെല്ലിൽ. നൗ റീമാൻ സം ഓഫ് F over P is equal to sigma. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സിഗ്മ. I varies from 1 to n. F of P എന്ന് പറഞ്ഞ ടാഗ്ഡ് പാർട്ടീഷനിലെ ടാഗിങ് ഇസ് Ti. സോ F of Ti into xi minus xi minus 1 വരും. Now what is F of Ti? Ti is our rational numbers. Rational number കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. So this is 1 and F of Ti 1 ആവും. So that is equal to sigma xi minus xi minus 1 എന്നാണ് വരിക. I varies from 1 to n. ഇത് നമ്മൾ പല കേസിലും ചെയ്തിട്ടുള്ളതാണ്.
എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ വരും ആൻഡ് ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ ഇസ് 1. ഇതേപോലെ റീമാൻ സം കറസ്പോണ്ടിങ് ടു ക്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ സിഗ്മ, പക്ഷെ അവിടെ എഫ് ഓഫ് എസ് ഐ ആ വരിക ഇൻറ്റു എക്സ് ഐ മൈനസ് 1 ഐ വേരിയസ് ഫ്രോം 1 to n. പക്ഷേ എഫ് ഓഫ് എസ് ഐ ഇസ് ഇറാഷണൽ നമ്പർ, സോ ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് എഫ് ഓഫ് എസ് ഐയുടെ വാല്യൂ 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. Therefore, Riemann സമ്മുകളുടെ ഡിഫറൻസ് മൈനസ് ഓവർ ക്യൂ, Riemann sum ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1/2, എ കോൺട്രഡിക്ഷൻ. ദിസ് എ കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം നമ്മൾ അസംഷൻ ഇസ് റോങ്. എന്തായിരുന്നു നമ്മൾ അസംഷൻ? എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ, സോ എഫ് ഇസ് നോട്ട് റീമാൻ ഇൻ്റഗ്രബിൾ. അപ്പോൾ ഇവിടെ വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. ആകെ ചെയ്യേണ്ട കാര്യം ഇത്രയേ വരുന്നുള്ളൂ. നമ്മളിതിനൊരു പാർട്ടീഷൻ എടുത്തു, ആ പാർട്ടീഷൻ്റെ നോം ലെസ് ദാൻ ന്യൂ 1/2 ആവുന്ന രീതിയിൽ ആ പാർട്ടീഷൻ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ആ പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് 2 രീതിയിൽ ടാഗിങ് കൊടുക്കുന്നു. ആദ്യത്തെ ടാഗിങ് ഓരോ ഇൻ്റർവെല്ലിലും റാഷണൽ നമ്പേഴ്സ് എടുക്കുന്നു. സോ ദിസ് ഇസ് ടാഗ്ഡ് പാർട്ടീഷൻ പി. രണ്ടാമത്തെ ടാഗിങ് കൊടുക്കുന്നത് ഓരോ ഇൻ്റർവെല്ലിനും ഇറാഷണൽ നമ്പേഴ്സ് ആണ്, എസ് ഐകൾ എന്ന് വിളിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാഗ്ഡ് പാർട്ടീഷൻ. റീമാൻ സമ്മുകൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഒന്ന് 1 വരുന്നത്, രണ്ടാമത്തെ 0 വരുന്നത്. സോ ഡിഫറൻസ് ഇസ് ഗ്രേറ്റർ ദാൻ 1/2, കോൺട്രഡിക്ഷനായി. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ തിയറത്തിലോട്ട് കിടക്കുകയാണ്, സ്ക്യൂസ് തിയറം. എ ഫംഗ്ഷൻ ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ നമ്മൾ ഡെഫിനിഷനെ റീപ്ലേസ് ചെയ്യാവുന്ന വേറൊരു കണ്ടീഷനും കൂടി കൊണ്ടുവരികയാണ്. നമ്മൾ കോഷി ക്രൈറ്റീരിയൻ പറഞ്ഞ അതേപോലെ തന്നെ കൊണ്ടുവരികയാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നേരെ തിരിച്ച് ഈ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസും റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ തന്നെ ഇതിനെ അടുത്ത കേസിലൊക്കെ ഉപയോഗിക്കാൻ പോവുകയാണ്. സോ എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് ഫംഗ്ഷൻസ് ആൽഫ എപ്സിലോൺ. സോ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എത്ര തന്നെ ചെറിയ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ദർ എക്സിസ്റ്റ് ഫംഗ്ഷൻസ് ആൽഫ എപ്സിലോൺ ആൻഡ് ബീറ്റ എപ്സിലോൺ വിച്ച് ആർ റീമാൻ ഇൻ്റഗ്രബിൾ. സോ 2 റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നതും ബീറ്റ എപ്സിലോൺ എന്ന് പറയുന്നതും ഉണ്ടാവും. അവർ ഈ എഫിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും കിടക്കും. സോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ എ ബി, ആൽഫ എപ്സിലോണിൻ്റെ വാല്യൂവും ബീറ്റ എപ്സിലോണിൻ്റെ വാല്യൂവിൻ്റെയും നടുക്കായിരിക്കും എഫിൻ്റെ വാല്യൂ വരിക. സ്ക്യൂസ് തിയറം എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. എഫിൻ്റെ അപ്പുറയും മുകളിലും താഴെയും ആയിട്ട് സാൻഡ്വിച്ച് പോലെ വരും. കൂടാതെ ഏത് കണ്ടീഷനും കൂടി ഉണ്ടാവും, ഇവരുടെ തമ്മിലുള്ള ഇൻ്റഗ്രലിൻ്റെ ഡിഫറൻസസ് വളരെ ചെറുതായിരിക്കും. ദാറ്റ് മീൻസ് ഈ ആൽഫയും ബീറ്റയും ഈ എഫിനേക്കാൾ കുറേ വിട്ടിട്ട് കിടക്കുന്നതല്ല, അവർ വളരെ അടുത്തുള്ള 2 ആളുകളാണ് ഈ ആൽഫയും ബീറ്റയും. സോ ജസ്റ്റ് മുകളിലും താഴെയായിട്ട്, എഫിൻ്റെ തൊട്ട് മുകളിലും താഴെയായിട്ട് കിടക്കുന്ന 2 ആൾക്കാരായിരിക്കും അവർ, ബീറ്റയും ആൽഫയും. സോ ബീറ്റ മൈനസ് ആൽഫയുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആവുന്ന കേസാണ്. പ്രൂഫ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് എ ബി. നമുക്ക് റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള 2 പേര് വേണം, ആൽഫയും ബീറ്റയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് വലിയൊരു പ്രശ്നമേ ഇല്ല. ചൂസ് ആൽഫ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ബീറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എഫ്. അപ്പോൾ ആൽഫ എപ്സിലോണും ബീറ്റ എപ്സിലോണും എഫ് തന്നെ എടുത്താൽ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഇവർ 2 പേരും എന്തായി, റീമാൻ ഇൻ്റഗ്രബിൾ ആയി. ആൻഡ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ആൽഫ എപ്സിലോൺ ലെസ് ദാൻ, ദെൻ ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ശരിക്കും ഇവിടെ. എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എപ്സിലോൺ ഓഫ് എക്സ്. ഓൾസോ ഇൻ്റഗ്രൽ ഓഫ് ബീറ്റ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇഫ് എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, അതവിടെ ആദ്യമേ പറയണമായിരുന്നു. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ആൽഫ എപ്സിലോണും ബീറ്റ എപ്സിലോണും ഏത് തന്നെ ചൂസ് ചെയ്യാം. എഫ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ നേരെ തിരിച്ചുള്ള കേസാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ അപ്ലൈ ചെയ്യാനും പോകുന്നത്. കോൺവേഴ്സ്ലി, സപ്പോസ് ദാറ്റ്, ഇനി ഓരോ കണ്ടീഷൻസ് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. ആദ്യം ആൽഫ എപ്സിലോണും ബീറ്റ എപ്സിലോണും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. സിൻസ്
alpha epsilon comma beta epsilon belongs to R of AB, there exists delta greater than 0. ആൽഫ എപ്സിലോൺ റിമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ 1 കിട്ടും വിത്ത് കണ്ടീഷൻസ്. അതേപോലെ തന്നെ ബീറ്റ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ 2 കിട്ടും വിത്ത് സർട്ടൻ കണ്ടീഷൻസ്. നൗ ഡെൽറ്റ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 എടുത്തു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആ ഒരു ഡെൽറ്റ അവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ആൽഫ എപ്സിലോണും ബീറ്റ എപ്സിലോണും റിമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് if P is any tagged partition with norm P less than delta, corresponding Riemann sum alpha epsilon the Riemann sum of P minus integral the value is less than epsilon, and ഇതേപോലെ ബീറ്റ എപ്സിലോണിൻ്റെ കേസിലും പറയാം റിമാൻ സം ഓഫ് ബീറ്റ എപ്സിലോൺ ഓഫ് പി മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ബീറ്റ എപ്സിലോൺ ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ദിസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നായി. സോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. സോ ദസ് ഗിവ്സ് minus epsilon plus integral a to b alpha epsilon is less than Riemann sum of alpha epsilon of p is less than epsilon plus integral a to b alpha epsilon. ഇതേപോലെ ഇവിടെയും പറയാം മൈനസ് എപ്സിലോൺ പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ബീറ്റ എപ്സിലോൺ ഇസ് ലെസ് ദാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടീഷൻ ഈ കണ്ടീഷൻസ് മാത്രമാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്യാണ്. നൗ സിൻസ് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എപ്സിലോൺ ഓഫ് എക്സ്, we get corresponding Riemann sum is less than or equal to f of p, Riemann sum of f of p is less than or equal to Riemann sum of beta epsilon of p. കാരണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിമാൻ സമ്മിലോട്ട് പോയി കഴിഞ്ഞാൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് വൺ അല്ലേ. അപ്പോൾ എക്സ് ഐ മൈനസ് വൺ എല്ലാത്തിലും സെയിം ആണ്. ദെൻ ഓരോ ഫംഗ്ഷൻ മാറുന്നതിനനുസരിച്ച് അവർ ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ സമ്മേഷനും അതേ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇത് 1, ഇത് 2, ഇത് 3. ഈ 1, 2, 3 ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക മൈനസ് എപ്സിലോൺ പ്ലസ് ഇത്രയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ കണ്ടീഷൻ ഉപയോഗിക്കാം, പിന്നെ ഈ കണ്ടീഷൻ ഉപയോഗിക്കാം. സോ ദിസ് ഇസ് ലെസ് ദാൻ ദിസ്, ദാറ്റ് ഇസ് ലെസ് ദാൻ ദിസ്, ദാറ്റ് ഇസ് ലെസ് ദാൻ ദിസ് കണ്ടീഷൻ. അപ്പോൾ മൂന്നും കൂടെ നമുക്ക് കിട്ടും ഫ്രം 1, 2 and 3 minus epsilon plus integral a to b alpha epsilon is less than ഇത്, that is less than ഇത്, that is less than ഇത്, and that is less than epsilon plus. So epsilon plus a to b beta epsilon. ഇപ്പോൾ ഇവിടെ എത്തി. Now, if Q is any tagged partition of closed level AB with norm Q less than delta,
ഇതിപ്പോൾ പി ഈസ് എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ് ലെവൽ എ ബി വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. ഇഫ് ക്യൂ ഇസ് എനി അതർ ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ക്യൂ ലെസ് ദാൻ ഡെൽറ്റ ഇതേ കണ്ടീഷൻ തന്നെ കിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് പിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്നും തന്നെ വരുന്നില്ല, ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ വരുന്നുള്ളൂ. വി ഗെറ്റ് minus epsilon plus integral a to b alpha epsilon is less than, or Riemann sum of f over q is less than epsilon plus integral a to b beta epsilon. അപ്പോൾ ഇതിനെ നമുക്ക് 4 എന്ന് വിളിക്കാം, ഇതിനെ 5 എന്ന് വിളിക്കാം. Now from 4 and 5 we get, അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. വെറുതെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എൽ ഉണ്ട്, കെ ഉണ്ട്, ആൻഡ് ഇൻ ബിറ്റ്വീൻ രണ്ട് ആളുകളുണ്ട്, പി ഉണ്ട്, അല്ലെങ്കിൽ എസ് ഉണ്ട്, ടി ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇവരുടെ ഡിഫറൻസ് ഇസ് ക്ലിയർലി ലെസ് ദാൻ ഇവരുടെ ഡിഫറൻസ്. ഈ ഡിഫറൻസ് എന്തായാലും ഈ ഡിഫറൻസിനേക്കാൾ ചെറുതായിരിക്കും, അത് ഷുവറാണ്. ഇപ്പോൾ ഈ എസും ടിയും എവിടെ എന്നുള്ളത് നമുക്കറിയില്ല, ഈ ഓർഡർ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടോയെന്നും നമുക്കറിയില്ല. പക്ഷേ ഇവരുടെ ഡിഫറൻസ് ഇസ് ലെസ് ദാൻ ഇവരുടെ ഡിഫറൻസ്. അപ്പോൾ ആ കാര്യം നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം. ദഫോ ഈ നടുക്കുള്ള രണ്ടാൾക്കാരുടെ ഡിഫറൻസ്, അതായത് Riemann sum ഓഫ് എഫ് ഓവർ പി മൈനസ് Riemann sum ഓഫ് എഫ് ഓവർ ക്യൂ ഇസ് ലെസ് ദാൻ ഇവരുടെ ഡിഫറൻസ്. ഇവരുടെ ഡിഫറൻസ് പറഞ്ഞാൽ integral a to b beta epsilon minus integral a to b alpha epsilon epsilon minus minus epsilon, so plus 2 epsilon. Now ഇത്രയും integral a to b beta epsilon minus alpha epsilon നമ്മൾ ഇത്രയും പോർഷനാണ് സപ്പോസ് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ, ദാറ്റ് ഇസ് ലെസ് ദാൻ 3 എപ്സിലോൺ. നൗ സിൻസ് എപ്സിലോൺ ഇസ് ആർബിട്രറി, we get f is belongs to R of AB. അതെങ്ങനെയാണ് ഒന്നുകൂടെ നോക്കാം. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു ഡെൽറ്റ കിട്ടി, ഇവിടെ എവിടെയോ ഒരു ഡെൽറ്റ കിട്ടി, അതെ ഈ ഡെൽറ്റയാണ്. സോ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡെൽറ്റ കിട്ടി. ഇഫ് പി ആൻഡ് ക്യൂ ആർ ടു ടാഗ്ഡ് പാർട്ടീഷൻ, പി ഇസ് എ ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം പി ലെസ് ദാൻ ഡെൽറ്റ, ക്യൂ ഇസ് എ ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ക്യൂ ലെസ് ദാൻ ഡെൽറ്റ, കറസ്പോണ്ടിങ് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് ഇസ് ലെസ് ദാൻ 3 എപ്സിലോൺ എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സിംപ്ലി ലെസ് ദാൻ എപ്സിലോൺ തന്നെ കൊണ്ടുവരാം. അതുകൊണ്ടാണ് എപ്സിലോൺ ഇത് ആർബിട്രറി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് നമുക്ക് എപ്സിലോണിനേക്കാൾ ചെറുതായിട്ട് കൊണ്ടുവരാൻ പറ്റി. സോ ബൈ കോഷി ക്രൈറ്റീരിയൻ, അപ്പോൾ ഇവിടെ കോഷി ക്രൈറ്റീരിയൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂ എന്ന് പറയുന്നതിന് പകരം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണെന്ന് മാത്രമേ ഉള്ളൂ, ഡെൽറ്റ എന്ന് മാത്രമേ ഉള്ളൂ. സോ റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ കണ്ടീഷൻ നമ്മൾ ഇനിയും അപ്ലൈ ചെയ്യും. റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് പറയാം, അതിൻ്റെ തൊട്ട് താഴെയും മുകളിലുമായിട്ട് രണ്ട് റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ആൽഫയും ബീറ്റയും എക്സിസ്റ്റ് ചെയ്യണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അവർ റീമാൻ ഇൻ്റഗ്രബിൾ ആവണം, അവരുടെ ഡിഫറൻസിൻ്റെ ഇൻ്റഗ്രൽ ലെസ് ദാൻ എപ്സിലോൺ. അത് ബീറ്റ എന്നോ ഉപയോഗിക്കാം, ഒമേഗ എന്നോ ഉപയോഗിക്കാം. ഞാനിവിടെ ആൽഫ ബീറ്റ എന്ന് എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അടുത്ത സെക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്, 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കോഷി ക്രൈറ്റീരിയൻ, രണ്ടാമത്തത് നോൺ ഇൻ്റഗ്രബിൾ റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ എക്സാമ്പിൾ, ആൻഡ് ദ തേർഡ് വൺ ഇസ് സ്ക്യൂസ് തിയറം.